ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 53. അപ്പോൾ 53-ാം എപ്പിസോഡിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിം, ഒരു ടാസ്ക്, ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു യുദ്ധഭൂമി കളി. അപ്പൊ അതാണ് ഇന്ന് മെയിനായിട്ട് എപ്പിസോഡിനകത്ത് കാണിച്ചത്. അപ്പൊ അതിനകത്ത് നടന്ന കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കങ്ങളും, പിന്നെ ജിൻഡോ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഒന്ന് രണ്ട് പരിപാടികളും, നമ്മുടെ ജാസ്മിൻ ഗബ്രിയുടെ ചെറിയ പരിപാടികളും, ഇതൊക്കെയാണ് അതിനകത്ത് നടന്നത്. നമുക്ക് അതിനകത്തോട്ട് വരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും. ബിഗ് ബോസുമായിട്ട് സംബന്ധപ്പെട്ട് നമ്മുടെ സിബിൻ ഇറങ്ങിയതിന് ശേഷം സിബിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അഖിൽമാരാർ ഒരു വീഡിയോ കൊണ്ടുവന്നു. അത് കഴിയുമ്പോഴത്തേക്ക് റിനോഷ് ഒരു വീഡിയോ കൊണ്ടുവരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് ഏതോ ഒരു പെൺകുട്ടി വീഡിയോ ഇടുന്നു. ആ പെൺകുട്ടിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ബിഗ് ബോസിൽ പോകാൻ. അപ്പം അതിനകത്തെ ആൾക്കാർ മോശമായിട്ട് ചോദിക്കുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം ആ കൊച്ചിന്റെ വീഡിയോ വന്നു. പിന്നെ റെനീഷ എന്ന് പറയുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ അഖിൽമാരാറിനോട് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, ആ കുട്ടി ഒരു വീഡിയോ ഇടുന്നു. അങ്ങനെ കുറച്ച് വീഡിയോകൾ ഇങ്ങനെ പുറത്ത് വന്ന് കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, മുട്ടൻ വൈറലാണ്. അത് മാരാറിടുന്ന വീഡിയോ ഒക്കെ കത്തി കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ പരിപാടി ഇപ്പൊ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനുള്ള ഒരു പ്രൊമോഷൻ ആണോ? എനിക്ക് നല്ലൊരു സംശയം. TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ കളിച്ചൊരു കളിയാണോ ഈ പഴയ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഈ നെഗറ്റീവ് സാധനം? നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും എറിക്കുമല്ലോ, പോസിറ്റീവ് പബ്ലിസിറ്റിയെക്കാട്ടിലും കൂടുതൽ ഇന്ന് എറിക്കുന്ന ഒരു സാധനമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി. ബിഗ് ബോസ് എന്ന് പറയുന്ന പേര് ഇവിടെ ഓരോ മലയാളിയുടെയും നെഞ്ചത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണോ ഈ പഴയ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഈ ഇടിപ്പിക്കുന്ന വീഡിയോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. ഇത് തോന്നാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ഗബ്രി കുറച്ചായിട്ട് ഈ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ 50 എപ്പിസോഡ് വരെ ജാസ്മിൻ ഗബ്രി ഒന്നിച്ചുള്ള ഒരു ഗെയിം നമുക്ക് കാണാമായിരുന്നു. 50-ാമത്തെ എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അങ്ങ് പൊട്ടി. ജാസ്മിൻ ഗബ്രി മുട്ടൻ സീനാണ്. ഇപ്പൊ ഇന്നൊക്കെ കാണുമ്പോ ജാസ്മിൻ പിന്നെയും ഗബ്രി അടുക്കലോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്ക്, ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഗബ്രി മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ ഒരു 50-ാമത്തെ എപ്പിസോഡ് വരെ ജാസ്മിൻ വേണ്ട എന്ന് പറഞ്ഞ് ഗബ്രിയോട് വഴക്കുണ്ടാക്കി അവളുടെ വാപ്പ വിളിച്ച് സീനാക്കിയപ്പോഴൊക്കെ അവൾ മാറിപ്പോകാൻ നോക്കിയപ്പോഴും ഗബ്രി പുറകെ പോയി മറ്റേ നക്കി തുടച്ച് നിൽക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി. അപ്പൊ എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്, നമ്മുടെ സിബിനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 100% സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല, അത് 100% സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല എന്നൊരു സാധനം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ മൊത്തത്തിൽ സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളൊരു സാധനം സിബിൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാലോ. അപ്പൊ ആ ഒരു ബിഗ് ബോസ് സ്ക്രിപ്റ്റിനകത്തെ രണ്ട് കണ്ണികളാണോ ഇത്തവണത്തെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം പ്രോപ്പറായിട്ട് അവർ 50 എപ്പിസോഡ് വരെ ഒന്നിച്ചു നിന്ന് കളിച്ചു. കളി മാറ്റണമെന്ന് ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗബ്രി ഇപ്പൊ മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നത്. ഗബ്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മൂഡ് മോനാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഗബ്രി എനിക്ക് തീരെ, ജാസ്മിനോട് പിന്നെ ഇത്തിരി അലിവൊക്കെ തോന്നി തുടങ്ങി. നല്ല രീതിയിൽ ജാസ്മിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ, അവളുടെ പല ആട്ടായങ്ങൾക്കും ഒക്കെ. എന്ന് വെച്ചിട്ട് മറ്റേ എന്താ അതിനൊരു വാക്ക് പറയുമല്ലോ നമ്മള്, മറ്റേ സദാചാരം അങ്ങനത്തെ പരിപാടിയല്ല. അവള് കാണിച്ച കുറച്ച് കാര്യങ്ങൾ, അവളുടെ ചില വാക്കുകൾ, ഇന്നാണെങ്കിൽ പോലും ഇന്നത്തെ എപ്പിസോഡിൽ പോലും അവർ 1-2 സ്ഥലത്ത് അവള് നമ്മുടെ ജിൻഡോയോട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കൂടെ നിന്ന് ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുതെന്ന്. ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയിൽ വന്നിരുന്ന് അവളുടെ ഇതേ കണക്കത്തെ കുറച്ച് വാക്കുകളുണ്ട്. അത് അവൾ അവിടെ ഒരു ഗെയിമർ ആണ്. അവള് ഞാനിപ്പോ ചെയ്യുന്നതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നതാണെങ്കിൽ ഇപ്പൊ യൂട്യൂബ് വഴിയൊക്കെ തെറി പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ അത് കാണുന്നുള്ളൂ. ലോകം മൊത്തമുള്ള മലയാളികളൊന്നും കാണുന്നില്ല. ഇത് ഏഷ്യാനെറ്റ് കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന ഒരു പരിപാടി, അതും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉള്ളൊരു പരിപാടി. അതിന് വന്നിരുന്നിട്ട് അവൾ ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സോ അങ്ങനെ ഇന്നത്തേനകത്ത് ഞാൻ പറഞ്ഞില്ല, അവൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവളോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് മാറി തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് അവളോടൊരു സഹതാപം തോന്നുന്നു. നേരെ മറിച്ച് ഗബ്രി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഗെയിമറിനെ എനിക്കിന്ന് കാണാൻ സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്കും തോന്നിപ്പോകുന്നു എവിടേക്കോ ചെറിയ സ്ക്രിപ്റ്റിംഗ് പരിപാടി ഈ ബിഗ് ബോസിനുണ്ട് എന്ന്. ഒരുപാട് അറിവുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന രീതിയിൽ പല കാര്യത്തെയും പറ്റി സംസാരിക്കുന്ന ഗബ്രി ഈ ജാസ്മിനുമായിട്ട് ഇപ്പോൾ അധികം സംസാരിക്കാതിരിക്കുമ്പോൾ ഗബ്രി കാണിക്കുന്ന ഒരു സാധനം, ഇല്ലെങ്കിൽ അവൻ പറഞ്ഞു വരുന്നത് ജാസ്മിൻ കുറെ കാര്യങ്ങളിൽ ഗെയിമിന്റെ ഒരു പരിപാടിയിൽ
ജാസ്മിനോട് അവന് ഒത്തുപോകാൻ പറ്റുന്നില്ല. അവള് പറയുന്ന കുറെ കാര്യങ്ങളില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവള് പറയുന്നത് ഗബ്രിക്ക് ദഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ഈ ഒരു 50 ദിവസവും ഇങ്ങനെയുള്ള ഗെയിമുകൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരു ടീമിലല്ലാതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ഒരു ടീമിൽ വന്നില്ലല്ലോ, ഇടയ്ക്ക് ടീമൊക്കെ മാറ്റി തുടങ്ങി ഒരു 40 ദിവസം 45 ദിവസമൊക്കെ ആയപ്പോൾ. അപ്പൊ ആദ്യം ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ രണ്ടുപേരും രണ്ട് ടീമിൽ പോയപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഗെയിം കളി കഴിയുമ്പോൾ പിന്നെ മറ്റേ രണ്ട് പൂച്ചകളെ പോലെ ആൺപൂച്ച പെൺപൂച്ച ഒന്നിച്ചു വന്നിരിക്കുന്ന പോലെ വന്ന് ഒട്ടിയിരുന്ന് കഥകൾ പറയുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു സംഗതിയാണെന്ന് ഇവിടെ ആരും പറയണ്ട. രണ്ട് ടീമിൽ പോയത് കൊണ്ടാണ് അവരിപ്പോ പൊട്ടുന്നത്, അങ്ങനത്തെ സീനൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു പരിപാടി ഗബ്രി കാണിക്കുന്നുണ്ടെങ്കിൽ, ജാസ്മിൻ ചെന്നിട്ട് അവന്റെ അടുക്കിലോട്ട് ചെന്നിട്ട് പോലും അവൻ മറ്റേ ആട്ടി ഓടിക്കുന്ന ഒരു പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ, ബിഗ് ബോസ് കൊടുത്ത സ്ക്രിപ്റ്റിന്റെ പുറത്തുള്ള ഒരു കളി. അങ്ങനെയാണെങ്കിൽ അവൻ ഇതിനു മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് അവന്റെ അഭിനയം, മറ്റേ സ്നേഹം ഒലിപ്പിച്ച് കാണിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നിന്റെ അച്ഛൻ അമ്മ അപ്പൂപ്പൻ എല്ലാം ഞാനാണെന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ. നാട്ടുകാരെ പറ്റിച്ച ഗബ്രി എന്നേ എനിക്ക് പറയാൻ പറ്റില്ല. അവൻ എന്ത് ഗെയിം വേണമെങ്കിലും കളിച്ചോട്ടെ, പക്ഷേ ഒരു പെൺകുട്ടിയെ വെച്ച് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഡാഡ്ലെസ് പയ്യൻ എന്നേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബിഗ് ബോസ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് അങ്ങോട്ട് പോകാം. എപ്പിസോഡിൽ രാവിലെ മറ്റേ സാധാരണ മലയാളം പാട്ടിട്ട് തുള്ളിച്ചാടിയാണ് വരുന്നത്. ഇന്നൊരു തെലുങ്ക് പാട്ടിലാണ് തുടങ്ങുന്നത്. പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കിച്ചണിൽ വെണ്ടയ്ക്ക ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ ജിൻഡോ ജാസ്മിൻ ആയിട്ടുള്ള ഒരു സംസാരമാണ്. ജിൻഡോ ജാസ്മിൻ ഒരേ ടീമിൽ വന്നാൽ പോലും രണ്ടും ഇടിബഹളമാണ്. എനിക്ക് തോന്നുന്നു ഗെയിമിനെ പോലും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ രണ്ട് ടീമിലിടുന്നതാണ് എന്റെ ബിഗ് ബോസ് കൂട്ടുകാരാണ് നല്ലത്. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചേരത്തില്ല. അതിപ്പോ ഇന്നത്തേനകത്ത് ഈ കിച്ചണിൽ പരിപാടി കാണിക്കുന്നതിന് മുന്നേ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ആ ഒരു ഭാഗത്തിരുന്ന് നമ്മുടെ ജാസ്മിൻ കുട്ടി വെണ്ടയ്ക്ക അരിഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ ചെന്നിട്ട് സഹായിക്കണോ, ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ട ചേട്ടാ, പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്ക്, ഞാൻ ഈ വെട്ടിയതിന്റെ ഒക്കെ ഇവിടെ ആകും, അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ അങ്ങ് എണ്ണീറ്റ് പോകാൻ നേരത്ത് ജിൻഡോ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ജിൻഡോയ്ക്ക് മനസ്സിലായി ജാസ്മിൻ ചേച്ചി കൊടുത്ത മുട്ടാൻ പണിയാണെന്ന്. കാരണം അവിടെ ഇരുന്നോടത്ത് മൊത്തം മറ്റേ അവള് വെട്ടി കറിക്കെടുത്തതിനേക്കാളും കൂടുതലുണ്ട് അവിടെ നിലത്ത്. എനിക്കോ തോന്നി മനഃപൂർവ്വം അവള് കൊടുത്തൊരു പണിയാണ്. എന്തായാലും ജിൻഡോ ചേട്ടൻ അതൊക്കെ ക്ലീൻ ചെയ്തു. പാവപ്പെട്ടവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും അളിയന് പൊട്ടിക്കാണും അവള് തന്നൊരു പണിയാണോ എന്ന്. അതിന്റെ പേരിലാണ് ചേട്ടൻ മറ്റേ കിച്ചണിൽ ചെന്ന് കഴിയുമ്പോൾ പൊട്ടുന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അവള് മറ്റേ കറി നമ്മള് ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ മേളിൽ കറി ഉണ്ടാക്കുമ്പോൾ മേളിൽ ആ പാത്രത്തിന്റെ മേളിൽ വെച്ചിരുന്ന പാത്രം, അതായത് കുക്ക് ചെയ്യുന്ന പാത്രത്തിന്റെ അടപ്പ് അടച്ചു വെച്ചിരുന്ന ആ പാത്രം എടുത്ത് ഇവിടെ താഴെ വെച്ചു. അപ്പൊ അത് വൃത്തികേടല്ലേ, താഴെയൊക്കെ അതെടുത്ത് നീ പിന്നെ കഴുകാതെടുത്ത് തിരിച്ചു വെക്കുമല്ലേ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാവുന്ന കാണാം. അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള വഴക്കിൽ നിന്ന് ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി അപ്സര, ശ്രീതു, നന്ദന എല്ലാം പാട്ടുപാടി ജിൻഡോ അതിന്റെ മൂട് മൂവാറ്റുന്നുണ്ട്. നമ്മുടെ നന്ദന കുട്ടി എണീറ്റ് വന്ന് ജിൻഡോ ആയിട്ടൊരു ഡാൻസ് ഒക്കെ കളിച്ച് ആ ഒരു പരിപാടി അവിടെ തീർക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് മാമൻ ഒരു ടാസ്ക് കൊടുക്കുന്നത്, ഒരു കുരുക്ഷേത്ര ഭൂമി, ഒരു യുദ്ധഭൂമി. അപ്പൊ എല്ലാരും 4 ടീം 4 മറ്റേ ബാരിക്കാഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് യുദ്ധഭൂമിയിൽ നമ്മൾ നിൽക്കുമല്ലോ, മറ്റേ ചാക്കൊക്കെ വെച്ച് മറ്റേ ആ ഒരു സെറ്റപ്പില് ഇവരെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരു ഗെയിം. ആദ്യമേ ഒരു കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം സംസാരിച്ച് ഒരു പോര്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ മറ്റേ കളർ ബോംബ് പരിപാടിയുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിയണം. അപ്പം ഇവരുടെ ആ ഒരു മറ്റേ ബാരിക്കാഡിനകത്ത് ആരുടെയിലാണോ ഏറ്റവും കൂടുതൽ ബോംബ് വീഴുന്നത് അവര് മറ്റേ കളർ ബോംബാണ്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ ബോംബ് വീഴുന്നത് അവർ ഫസ്റ്റ് പുറത്താവും. അങ്ങനത്തെ ഒരു ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ പവർ ടീമാണ് പുറത്താവുന്നത്. അപ്പൊ പവർ ടീം പുറത്താവുന്നതിന് മുമ്പ് നമ്മുടെ ജിൻഡോ ഈ പവർ ടീമിലെ സായിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. അതായത് നമുക്ക് ഒന്നിച്ച് കളിക്കാം എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഏൽക്കുന്നില്ല. എന്തായാലും പവർ ടീം തന്നെ ആദ്യമേ പുറത്തായി പോകും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി ഡെന്നും നെസ്റ്റും പിന്നെ മറ്റേ ടീം ഏതായിരുന്നു ഞാൻ മറന്നുപോയി അവരുടെ പേര്. അപ്പൊ അവരും കൂടെ എല്ലാം കൂടെ 3 ടീമും കൂടെ ടണലും കൂടെ കിടന്നൊരു കളിയുണ്ട്. അപ്പൊ ഇവര് കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ടണലും അതുപോലെ തന്നെ ഡെൻ ടീമും കൂടി ഒരു ചെറിയൊരു ഗെയിം പ്ലാൻ നടത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് നെസ്റ്റിനെ അടിച്ച് പുറത്ത് എടുക്കാം. അതിനുശേഷം നെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്സര, അതുപോലെ തന്നെ അർജുൻ, സിജോ ടീം, അവന്മാര് 3 ആണുങ്ങളുണ്ട്. ഗബ്രിയും കൂടെ കൂട്ടി 3 ആണുങ്ങളും അപ്സര ഒരു ലേഡിയാണ് നിൽക്കുന്നത്. സോ അവരുടെ ടീം കുറച്ചും കൂടെ പവർ ആയതുകൊണ്ട് അവരെ അടിച്ച് തലപ്പരിശാക്കാം എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ട് ആ ഒരു പ്ലാനും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാൻ വഴി അവരെ അടിച്ച് വെളിയിൽ തൂക്കുന്നു. അപ്പൊ അവരെ അടിച്ച് വെളിയിൽ തൂക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ പവർ ടീം പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലെ പവർ ടീമും നമ്മുടെ നെസ്റ്റിലെ ഗബ്രിയും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. അതായത് നമ്മുടെ ഡെന്ന് ടണലിലേക്ക് എറിഞ്ഞ ഒരു ബോള് ടണൽ എടുത്തിട്ട് നമ്മുടെ നെസ്റ്റിലേക്ക് എറിഞ്ഞു.
അങ്ങനെ ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ടീമിന്റെ ബോൾ മാത്രമേ എറിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മാറി എറിഞ്ഞു എന്ന് പറഞ്ഞ് ഗബ്രി അവിടെ കിടന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു സാധനത്തിനിടയ്ക്ക് ജാസ്മിനുമായിട്ട് ചെറിയൊരു വാക്കുവാദമൊക്കെ വരുന്നുണ്ട്. അപ്പം ജാസ്മിനെ എന്ത് ചെയ്തിട്ടും ഗബ്രി അടുപ്പിക്കുന്നില്ല. ജാസ്മിൻ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ചെറുക്കൻ അടുപ്പിക്കുന്നില്ല. ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതങ്ങോട്ട് ഇവരുടെ ഈ ഒരു ഗെയിം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പുറത്തായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഇല്ല, ആ ഗ്യാപ്പും വരുന്നതിന് മുമ്പ് നമ്മുടെ പവർ ടീം പോയി കഴിയുമ്പോഴാണല്ലോ ഞാൻ ഈ പറഞ്ഞ ഗബ്രിയുടെ ആ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂവിന്റെ സൈഡിൽ കൂടെ തന്നെ നമ്മുടെ ജിൻഡോ ചെന്ന് റസ്മിൻ ഭായിയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് കളിക്കാം, അതായത് നമുക്ക് നെസ്റ്റിനെ അടിച്ച് പുറത്താക്കാം, ആ ഒരു സാധനവും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനത്തിന്റെ ഇടയ്ക്ക് ജിൻഡോ റസ്മിനോട് പറയുന്നുണ്ട് ശ്രീതു ആൻഡ് ജാസ്മിൻ ഇവർ രണ്ടുപേരും നെസ്റ്റിനായിരിക്കും സപ്പോർട്ട് എന്നൊരു സാധനം പറയുന്നു. അപ്പൊ ഇത് റസ്മിനോട് പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ അകത്തോട്ട് ഇവരുടെ ആ ഒരു റൂമിലേക്ക് കയറി വരുന്നുണ്ട്. റസ്മിൻ അതേപോലെ ജിൻഡോ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു എന്ന് നമ്മുടെ ജാസ്മിനോട് പറയുമ്പോൾ ജാസ്മിനെ പൊട്ടുന്നു. ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട് നിനക്ക് നമ്മളെ അറിയാലോ, നമ്മൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, നമുക്ക് ഒന്നിച്ച് കളിക്കാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ശ്രീധുവിനോട് ഇത് പറയുന്നുണ്ട്. ജിൻഡോ അവിടെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ജിൻഡോ വെളിയിലോട്ട് വരുന്നു. ജിൻഡോയെ വിളിച്ചിട്ട് എന്നിട്ടാണ് ജിൻഡോയോട് പറയുന്നത് ജിൻഡോ കൂടെ നിന്ന് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത് എന്നൊരു സാധനം ജാസ്മിൻ അവിടെ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടൻ കാണിച്ചത് ഒരു മറ്റടുത്ത പരിപാടിയാണ്. ജിൻഡോ ചേട്ടന് വിശ്വാസമില്ല ജാസ്മിനെ, അതാണ് പ്രശ്നം. ജിൻഡോ ചേട്ടൻ എന്ത് ചെയ്താലും ജാസ്മിനെ വിശ്വസിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിൻഡോ ചേട്ടന്റെ മനസ്സിൽ ഇന്നും അവരൊരു കള്ളി തന്നെയാണ്. അവളെപ്പോഴും മറ്റേ ഗബ്രി ഒരു തായ്വ് അങ്ങോട്ട് വരും എന്നുള്ളൊരു സാധനം ജിൻഡോ ചേട്ടൻ ഇന്നും വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സാധനം ഉള്ളിടത്തോളം കാലം ഇവരൊരു ടീമായിട്ട് നിന്നാലും ഗെയിം അടിപൊളിയായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും രണ്ട് ടീമായിട്ട് നിന്ന് കളിക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പറ്റുന്ന ഇവർ രണ്ടുപേരും രണ്ട് ടീമിലായാലേ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു ടീമിലായതുകൊണ്ട് തന്നെ ഇവരുടെ വഴക്ക് ഇവർ കൂടുതൽ അങ്ങോട്ട് വഴക്കൊന്നും മൂർപ്പിക്കാതെ പരിപാടി ചെറുതായിട്ടൊക്കെ നിർത്തി വിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിം ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ജയിക്കുന്നത് നമ്മുടെ ടണലും പിന്നെ ഡെന്നും കൂടെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ടണലാണ് ജയിക്കുന്നത്. അപ്പൊ ആ ഒരു ഗെയിം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സായി അപ്സരയോടും അർജുനോടും ഒരു കേസ് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക്, അതായത് നിങ്ങൾ ഇവിടെ ബാക്കി കണ്ടസ്റ്റൻസിന്റെ ആരുടെയെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അടിച്ചു മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനം ഒരു ചെറിയൊരു ടാസ്ക് പോലെ കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ടാസ്ക് ഏറ്റെടുത്ത അപ്സരയൊക്കെ ഫസ്റ്റ് തന്നെ അടിച്ചു മാറ്റുന്നത് പവർ ടീമിലെ നമ്മുടെ ശ്രീരേഖയുടെ എന്തോ ഒരു ചെരുപ്പോ എന്തോ സാധനമാണ്. അപ്പൊ അത് അടിച്ചു മാറ്റി. അതപ്പം ശ്രീരേഖയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീരേഖ ബിഗ് ബോസിനോട് വന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് ക്യാമറയിൽ നോക്കി ഇവരോട് ഇങ്ങനെ ഒരു സാധനം സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാദ്യമേ തന്നെ എനിക്കാണ് പണിയുന്നത്, എന്റെ ചെരുപ്പ് അവരെടുത്തോണ്ട് പോയി എന്നൊരു സാധനം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് ചോദിക്കാൻ പോകുന്നില്ല, നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത്. സത്യം പറഞ്ഞാൽ വലിയൊരു ഗുമ്മൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് മനോഹരമായ നാടാണ്.